നിങ്ങൾ ചെസ്സിൽ സ്വിൻഡ്ലർ എന്ന കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി ലൂസിങ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വൈറ്റിന് ഒരു റൂക്കേ ഉള്ളൂ. ബ്ലാക്കിനെ സംബന്ധിച്ച് 2 റൂക്കും കുറച്ച് പോണുകളും ഉണ്ട്. വൈറ്റിനാണെങ്കിൽ 3 പോണുകളും ഉള്ളൂ. അപ്പോൾ ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി ലൂസിങ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കംപ്ലീറ്റ് റൂക്ക് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ബ്ലാക്കിനുള്ളത്. അപ്പോൾ വൈറ്റ് എങ്ങനെയാണ് ഈ ഗെയിം സേവ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ സ്വിൻഡ്ലർ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വൈറ്റിന് എന്തായാലും ഇവിടെ ജയിക്കാൻ പറ്റില്ല, എങ്ങനെ ഒരു ഡ്രോ ഹോൾഡ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, വൈറ്റ് കളിക്കുന്ന ബ്രില്യൻ മൂവ് റൂക്ക് H6 ആണ്. ഒരു റൂക്കിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കും, ഈ റൂക്കിനെ എടുക്കണോ? റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ റൂക്കിനെ എടുക്കാതിരിക്കും. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാതിരുന്ന ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി റൂക്കിനേക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ റൂക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മോറോർലെസ് ഫോഴ്സ്ഡാണ് ഈ റൂക്കിനെ വെട്ടിയെടുക്കാൻ. ഇവിടെയാണ് ഈ ഒരു പോണും കൂടെ പുഷ് ചെയ്തിട്ട് ക്യൂവിനും കൂടെ ആക്കണം. അപ്പോൾ ബ്ലാക്ക് ആലോചിക്കുമ്പോൾ ഉള്ള പീസുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും റൂക്ക് വന്നിട്ട് ക്യൂവിനെ വെട്ടിയെടുക്കണം. ഇപ്പോൾ വൈറ്റ് കളിക്കുന്ന മൂവാണ് പോൺ ടു B5. അപ്പോൾ ആലോചിക്കും, ഇതെങ്ങനെയാണ് ഒരു ഡ്രോ ആവുന്നത്? കാരണം ഇവിടെ ബ്ലാക്കിന് ഇഷ്ടംമാതിരി മൂവ്സ് ഉണ്ട്, എന്നാൽ വൈറ്റിൻ്റെ കിങ് ഇവിടെ കോർണറിൽ കിടക്കുവാണ്. ഇവിടെ വൈറ്റ് തന്നെ സെൽഫായിട്ടൊരു സ്റ്റെയിൽമേറ്റിംഗ് നെറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്കിന് 2 മൂവ് കിട്ടിയാൽ ഇവിടെ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇതുപോലത്തെ ഒരു മൂവ് കളിച്ചിട്ട് അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റിന് ഇവിടെ നീക്കാൻ മൂവ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗെയിം സ്റ്റെയിൽമേറ്റിൽ അവസാനിക്കും. ഇത് തന്നെ സംഭവിക്കും എങ്ങോട്ട് മൂവ് ചെയ്താലും. കിങ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ തന്നെ സ്റ്റെയിൽമേറ്റ് ആണ്. കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ക്വയറുകളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എവിടെ കളിച്ചാലും എവിടെ കളിച്ചാലും കിങ്ങിന് മൂവ് ചെയ്യാൻ, ഇവിടെ വൈറ്റ് കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ കളി സ്റ്റെയിൽമേറ്റിൽ അവസാനിക്കണം. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ചെസ് സ്വിൻഡ്ലർ. മാർഷൽ ചെസ് സ്വിൻഡ്ലറിനെ പറ്റി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.